ആ സാറേ നോക്കിയാ യെസ് അപ്പൊ സംസാരിക്കാം. ഹലോ ഹലോ നിങ്ങളെ കേക്കാം. ബ്രോ ഫസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാം ബ്രോ. നമുക്ക് നമ്മളിപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച് ലൂപ്പ് ആകത്തുള്ളൂ. നിങ്ങളുടെ സൈഡ് പറയാം, നമ്മൾ നമ്മുടെ സൈഡ് പറയാം. പിന്നെ ബാക്കി എന്താ വെച്ചാൽ വാറൻ്റെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. ബാക്കി നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ ബ്രോയുടെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ അത്ര നല്ലത്. കാരണം നമ്മുടെ സൈഡിലെ സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി കേട്ട് ഇനി ബ്രോനോട് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ കാര്യം പറയാം. എന്തായാലും അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കിക്കാൻ വയ്യ ബ്രോ. അതുകൊണ്ടാ എനിക്ക് തർക്കിക്കാനല്ല നമ്മൾ വന്ന കാര്യം പറയാൻ വന്ന്. അതിന് ബാക്കി എന്തിനാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇന്നലെ അതിന് തുടങ്ങിയതാ. നമ്മളെ വണ്ടിയിട്ട് ഫിറ്റ് ചെയ്തിട്ട് തുടങ്ങിയത്. ഇന്നതാ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഹംസക്കുട്ടിനെ കാണിച്ചു വരെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹംസക്കുട്ടി അടക്കം വരെയാണ് കുറച്ചു മുമ്പ് വന്നിട്ട് ഇവിടെ മുതുക്കിൽ വെച്ചിട്ട് കൊണടിച്ചത്. ഒരാവശ്യം ഇന്നലെ വെറുതെ വണ്ടി ഇടിച്ച് എന്നെ ബോധം കെടുത്തിയായിരുന്നു. അവന് ഒരു കാര്യമില്ല, അവന് ഒരു കാര്യമില്ല. അവന്റെ ഒരു ചെറിയൊരു പേട്ട് വണ്ടിയുണ്ട്, അതിലാണ് ആളുടെ കറക്കം. അതുകൊണ്ട് ആവശ്യമില്ലാണ്ട് വന്ന് ഇടിക്കുക, ഇതൊക്കെയാണ് പരിപാടി ആളുടെ. മനസ്സിലായി. കാരണം ഇപ്പൊ ഫേക്സ് തന്നെ 3-4 വട്ടം നമ്മളോട് പറയണം ഇപ്പം TV ആയിട്ട് സിറ്റുവേഷൻ വരുന്നു. പക്ഷെ അവന്റെ സൈഡ് കളിക്കുമ്പോൾ ഇന്നലെ എന്തോ ട്രിപ്ലക്സ് ആരെന്തോ ഇവനെ വണ്ടി പിടിച്ചു കൊടുത്ത് നിങ്ങൾ അടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവന്റെ ഇത് നോക്കിപ്പം പറയട്ടെ, നിങ്ങളുടെ എന്തോ ട്രിപ്ലക്സ് ആര് വന്ന് പറഞ്ഞു എന്നാണ് പറയണത്. മറ്റേ സിമ്പിൾ ഞാൻ പറഞ്ഞു മുതിക്കുന്ന നമ്മുടെ ഗ്യാങ് വണ്ടി എടുക്കുന്നു. ഇവന്റെ ഒരു സിറ്റിസൺ വണ്ടിയുണ്ട്, അതും വെച്ച് ഇവൻ നിൽക്കുന്നു. നമ്മളെ ഗ്യാങ് വണ്ടി വന്ന് പെറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു ഹലോ പേരെന്താണെന്ന് ചോദിച്ചു. ഇവന്റെ അടുത്ത് ചോദിച്ചു എന്താ വണ്ടി ഇറക്കണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നീയൊക്കെ കൂടി നടുക്ക് വണ്ടി ഇട്ടോ തട്ടല്ലാതെ പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നീ വന്ന് തട്ടി നോക്കാന്ന് പറഞ്ഞു. ഇവൻ വന്ന് തട്ടി നമ്മളെ തിരിച്ച് ഇവനെ ഫോളോ ചെയ്ത് പോയി. ഇവനെ കണ്ടില്ല, ആ വണ്ടിയിൽ ഞെരിച്ചവൻ വിട്ട്. നമ്മളത് വിട്ട് വണ്ടി കേസ് പിടിക്കാൻ നമ്മളെ പോവാതെ നമ്മൾ എന്ത് ഡ്രസ് ഷോപ്പിൽ ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നപ്പോ ഇവൻ വന്ന് ആ ഡ്രസ് ഷോപ്പിൽ വെറുതെ കിടക്കുന്ന നമ്മുടെ ഗ്യാങ് വണ്ടി വന്ന് 10-15 ഡ്രസ് ഷോപ്പിലെ സിറ്റുവേഷൻ അതാ ഞാൻ പറയാൻ വന്നത്. ഡ്രസ് ഷോപ്പിലെ സിറ്റുവേഷൻ ഇവൻ പറയണത് ഇവന്റെ ഇത് നോക്കിയപ്പോഴും ഇവനല്ല വന്ന് ഇടിക്കുന്നതും കാര്യങ്ങൾ ചെയ്യണതും. മനസ്സിലായോ? വേറെ പക്ഷേ അല്ല അങ്ങനെയാണെങ്കിൽ ബ്രോ അവനെന്ത് പറഞ്ഞൂടാ നമ്മൾ അല്ല സ്നൈപ്പർ കേൾക്കുന്നുണ്ടോ? അത് പറയുന്ന നിങ്ങൾ ആരും സംസാരിക്കാൻ നിന്നിട്ടില്ല. സംസാരിക്കാൻ ഇവൻ നിന്നിട്ടില്ല, ഇവൻ ഞെരിച്ചോണ്ടിരുന്ന പിന്നെ എന്ത് ചെയ്യാനാണ്? ഇല്ല ഞാൻ പറയട്ടെ, ഇവന്റെ സൈഡ് നിങ്ങൾ നോക്കണം. എന്ന് വെച്ചാൽ ഡ്രസ് ഷോപ്പിലെ സിറ്റുവേഷൻ ആണ് പറയുന്നത്. നിങ്ങള് 3-4 വണ്ടി വന്നു, ഡയറക്റ്റ് ഇവനെ പിറ്റ് ചെയ്ത് തുടങ്ങുന്നു. മനസ്സിലായോ? അതും ഒരു ഗ്യാങ്ങല്ല, ട്രിപ്ലക്സും നിങ്ങളും KKB കൂടെ പിറ്റ് ചെയ്യുവനെ. ഇല്ലാത്ത ഒരു കാര്യം KKB എന്ന് പറയുന്ന ഗ്യാങ്ങും ട്രിപ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിക്ക് പോണ ഗ്യാങ്ങുകളാണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ അത് മനസ്സിലായി. പക്ഷേ ഇന്നലെ ഡ്രസ് മാറിക്കൊണ്ടിരുന്നപ്പോ ട്രിപ്ലക്സ് അവിടെ ഉണ്ടായിരുന്നു. ഒരാളാണ് വന്ന് എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ വണ്ടി ഒരു സിവിലെ വന്ന് പിറ്റ് ചെയ്യുന്നു, പോയി നോക്കാം. ഇവനാണെന്ന് പറഞ്ഞത് ആ വണ്ടി എടുത്തിട്ടുള്ള ആള് വന്നിട്ട് പിറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ട്രിപ്ലക്സിന്റെ വണ്ടിയിലും പോയി പിറ്റ് ചെയ്ത്. ഇതൊക്കെ എന്റെ ഇതിൽ വണ്ടിയും കൊണ്ട് സൈഡിൽ വണ്ടിയും കൊണ്ട് ഇവനെ വണ്ടി ബ്ലോക്ക് ചെയ്ത് ഇടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവ അവിടെ നിന്ന് എല്ലാരും ഇടിച്ച് തെറിപ്പിച്ചാണ് ഇവൻ പോയത്. ആ സമയത്ത് ഫോളോ ചെയ്ത് എന്റെ വണ്ടിയും ട്രിപ്ലക്സിന്റെ വണ്ടിയും ഇവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഒരു പകുതി ആയപ്പോ ട്രിപ്ലക്സ് മാത്രമാണ് ഫോളോ ചെയ്തോണ്ടിരുന്നത്. നമ്മൾ ഇവന്റെ വണ്ടി പോയിട്ട് വന്ന് നോക്കിയപ്പോ ഇവന്റെ വണ്ടി ട്രിപ്ലക്സ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പൊ നമ്മൾ ഇവനെ ഇറങ്ങി അടിച്ചങ്ങ് കൊന്ന്. അതിനുശേഷം ഇവ എണീറ്റ് ഇവന്റെ ഭാഗം സംസാരിക്കാം. ഇവൻ മൊത്തം കൊണയായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ഇവൻ സിറ്റുവേഷൻ ഉണ്ടാക്കി, അപ്പോഴും മൊട്ടം കൊണയായിരുന്നു. ഇവൻ അല്ലെന്ന് മാത്രം പറയല്ലേ, ഇവൻ തന്നെയാണ് മലപ്പുറം ഇടിച്ചെന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങളുടെ ശരി ഉണ്ടാവും. പറയട്ടെ, അവന്റെ സൈഡ് നോക്കുമ്പോ നിങ്ങളുടെ കൂട്ടത്തില് 1-2 പേര് ആരെന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പൊ സ്നൈപ്പ് ആയ പോലും ഇവന്റെ വണ്ടി മുതുക്കി കാണുമ്പോ ഫോൺ ചെയ്യുമ്പോ തന്നെ വന്നിരുന്നിട്ട് ഓരോ ഡയലോഗ് അടിയാ, തീട്ട വണ്ടിയല്ലേ തീട്ട മാഞ്ചിയല്ലേ എന്ന് പറയുമ്പോ ബ്രോ അവനും പൊളിയും. ഇപ്പൊ ഞാൻ പറയാലോ, ഇപ്പൊ 2 സൈഡിലും നോക്കി ഫൈൻ സിറ്റുവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇല്ല വാ വിളിക്കുന്ന ഡെക്കുവിന്റെ അടുത്ത് ഇവനായിട്ട് വന്നാണ് വള്ളി ഫുള്ള് പിടിക്കുന്നത്. ബ്രോ ഒരു മിനിറ്റ് ബ്രോ ഇന്നലെ നമ്മളായിട്ട് വണ്ടി പിടിച്ചു കഴിഞ്ഞിട്ടല്ലേ ബ്രോ ബ്രോന്റെ വണ്ടിനെ പറ്റി ഇന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ? ഇല്ല കേൾക്കുന്നുണ്ടോ? ചിലപ്പോ ഇല്ല ഞാൻ അവൻ വന്നിട്ടില്ലെന്നൊന്നും ഞാൻ പറയണില്ല. മനസ്സിലായി? അവൻ വന്നിട്ടില്ലെന്നും ഞാൻ രീതിക്ക് വന്നിട്ടുണ്ട്. സ്റ്റൈപ്പ് ഇല്ലെന്ന് പറയില്ലേ, സ്റ്റൈപ്പ് ഇല്ലെന്ന് പറയല്ലേ. ഇങ്ങോട്ട് വന്നാ പിന്നെ നമ്മൾ നോക്കിയിരിക്കത്തില്ല. ഞാൻ പറയട്ടെ, നമുക്ക് ഇപ്പൊ വാറടിച്ചത് ലൂപ്പ് ആക്കാതെ ഇന്നും നാളെയും കൊണ്ടുപോകണം നമുക്കും ഇല്ല. ഇപ്പൊ വാറടിക്കുമ്പോ നമുക്കിപ്പം നിലവിൽ വാർ വിളിക്കാൻ പാടില്ല. മനസ്സിലായോ? യൂസ് ചെയ്യാനില്ല, വാർ കൂളർ ഉണ്ട് 3 എടുത്തേന്.
എന്തോ എത്രാം തീയതി പിന്നെ വാറുണ്ടെങ്കിൽ ബ്രോ അപ്പൊ പിന്നെ ഇങ്ങനത്തെ കൊണ എടുക്കാതിരുന്ന അടിക്കാതിരുന്നാ പറഞ്ഞൂടെ ഡിക്ലെയർ ചെയ്യാനോ പാടില്ല. അപ്പൊ പിന്നെ സിറ്റുവേഷൻ എടുക്കാതിരിക്കാൻ പറഞ്ഞൂടെ. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ വിളിച്ച് സംസാരിക്കുന്നത്. അല്ല ഞാൻ പറയുന്നത് കേട്ടില്ല തിരിച്ച്. അപ്പൊ പിന്നെ സംസാരിക്കുമ്പോഴത്തേക്ക് സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ലെങ്കിൽ സംസാരിക്കാതിരുന്നൂടെ, സിറ്റുവേഷൻ എടുക്കാതിരുന്നൂടെ. ഇതുകൊണ്ടാണ് ബ്രോ ഇവനെ അടിച്ച് ഒന്ന് കത്തിച്ചിട്ട് പോലും നമ്മൾ ഇന്നലെ ആരും കേറാണ്ടിരുന്നത്, മനസ്സിലായോ? നമുക്കിതിങ്ങനെ ലൂപ്പായി പോകാൻ താല്പര്യമില്ല. നിങ്ങൾ എന്നാ പിന്നെ ഇവനെ മാത്രല്ലേ ഇവനെ അല്ല ഞാൻ പറയട്ടെ, അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ കൂട്ടത്തില് ഇവൻ ഒറ്റ ഒരാള് മാത്രമായിട്ടാണല്ലോ ഈ സീൻ ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ അവന്റെ അടുത്ത് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? ബ്രോ നമ്മ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? അവനോട് നമ്മളായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അവൻ ഒതുങ്ങുന്നുണ്ട്. നമ്മൾ എന്റെ അതിനിരട്ടിയായിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓൾറെഡി ചൊറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിന്നെ വെറുതെ വിടത്തില്ലല്ലോ ബ്രോ. എടുത്തോ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ വാറ വിളിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിൽ കൂളാൻ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അതല്ല ബ്രോ പറഞ്ഞ ശരിയാ. ഇവനൊന്നും ചെയ്തില്ല ബ്രോ. ഇന്നലെ ത്രിബിളക്സിന്റെ ത്രിബിളക്സ് വന്നിട്ട് നമ്മുടെ നോണേ ബ്രോ. പറയട്ടെ ത്രിബിളക്സ് വന്നിട്ട് പറയട്ടെ ബ്രോ, നമ്മള് പറയട്ടെ. ത്രിബിളക്സ് വന്നിട്ട് നമ്മുടെ അടുത്ത് നോണയാണ് ബ്രോ ചോദിച്ചത്. ഇവൻ ചോദിച്ചപ്പോ നമ്മുടെ അടുത്ത് പറഞ്ഞത് രാണ നമ്മൾ കേൾക്കാത്തിരുന്നു. രാണ നമ്മുടെ പ്രശ്നം കോണ പറഞ്ഞു ബ്രോ. ഇത് ബ്രോ നമുക്ക് വാറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളൂ ബ്രോ, അത്രേ ഉള്ളൂ. നമുക്കും അതേ താല്പര്യമുള്ളൂ. പക്ഷെ ഇപ്പൊ എന്തായാലും വിളിച്ച് നമുക്ക് നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്നും അറിയണ്ട. അല്ല അതുകൊണ്ടാണ് ബ്രോ അല്ല ബ്രോ നമ്മള് വാറിടും, അക്സെപ്റ്റ് ചെയ്യോ ഇല്ലെന്ന്. കേൾക്കുന്നുണ്ടോ ബ്രോ? ഒരു കാര്യം കൂടെ പറയുവാണേ, ഗ്യാങ്ങിന്റെ പേര് ടോക്കിയോ മാഞ്ചി അല്ല, അത് നമ്മുടെ ഗ്യാങ് അല്ല, അത് വേറെ പുറത്ത് വേറെ ഏതോ സിറ്റിയിലെ ഗ്യാങ് ആണ്. നമ്മൾ ആ ഗ്യാങ്ങായിട്ട് ഒരു ബന്ധം. നിങ്ങളെ ഗ്യാങ്ങിന്റെ പേരെന്താ? ടോക്കിയോ അറിയാനാണോ ബ്രോ? ടോക്കിയോ അറിയാനോ? ടോക്കിയോ അറിയാനോ? ഒരു ബന്ധമില്ല. ഇല്ല ബ്രോ, പറയുവാണ് ബ്രോ ഞാൻ പറയുന്നത് മനസ്സിലായോ? കുഴപ്പമില്ല, നിങ്ങൾക്ക് വാട്ട് ഓഫ് ദി കൺസേൺ എല്ലാം അറിയാം. പക്ഷെ നമുക്ക് എടുക്കാൻ പാടില്ല, ഡിക്ലെയർ ചെയ്യാൻ പാടില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ലൂപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് സംസാരിച്ചത്. നീ ഇപ്പൊ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞ ലൂപ്പ് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ? നമ്മള് പറഞ്ഞു നമ്മുടെ സൈഡ് പറഞ്ഞു നമ്മൾ വാറ് വിളിക്കും. നമ്മള് വാറ് വിളിക്കും. അടിക്കണേ അടിക്കാം. ബ്രോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും പ്രശ്നമാണ്, അക്സെപ്റ്റ് ചെയ്തില്ലേയും പ്രശ്നമാണ്. അത് നിങ്ങളുടെ ഇത് നിങ്ങൾ എന്താന്ന് വെച്ച് നിങ്ങൾ നമുക്കിതൊന്നും അറിയണ്ട. അപ്പൊ ബ്രോ ഇത് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഓക്കെ അവൻ എന്തിനാണ് ഇതിനെക്കാട്ടി അവൻ വരായിരുന്നത് നല്ലതല്ലേ? ഇതിന് വരണ്ടായിരുന്നല്ലേ? അവൻ ഇത് റേഡിയോ അവൻ ചുമ്മാ പറഞ്ഞ എന്തിനെ പറ്റി എടാ ഇങ്ങനത്തെ ശങ്കരടിയോടെ മീറ്റിംഗ് വിളിക്കരുത്. ഉള്ള കാര്യം പറഞ്ഞ് ആരിവൻ എടാ അവൻ പറയുന്നത് ലൂപ്പ് പറയല്ലേ, ലൂപ്പാക്കല്ലേന്ന് പറഞ്ഞിട്ട് 10 വട്ടം ലൂപ്പാക്കല്ലേ പറഞ്ഞിട്ട് അവൻ തന്നെ 10 വട്ടം പറഞ്ഞ കാര്യം പറഞ്ഞു. ഇവൻ ആരിവൻ? എടാ ഇവർക്ക് വാറ ഇവന്മാരെ വാറൊന്നും വിളിക്കണ്ട, പോയി വഴിയിട്ട് അടിക്കാം. വാ അടി 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 മീറ്റിംഗ് കഴിയാലോ. വണ്ടി കയറി.